നമസ്കാരം. നോവലിസ്റ്റായ KR മീരയെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അറിയാവുന്നൊരു അത്യാവശ്യം നല്ല പോലെ എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ് KR മീര. നോവലിസ്റ്റ് KR മീരയുടെ ആ മരത്തെയും മറന്നു ഞാൻ എന്ന നോവൽ വായിച്ചാൽ നെഹ്റു കുടുംബം മുഴുവൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിക്കേണ്ടി വരും. വയനാട് MP-യും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക വദ്രയ്ക്ക് ഇറ്റലിക്കാരനിൽ ഒരു മകളുണ്ട് എന്ന KR മീരയുടെ ആ മരത്തെയും മറന്നു ഞാൻ എന്ന നോവലിന്റെ വിവാദ പരാമർശം ചർച്ചയായതോടെ ഗാന്ധി കുടുംബത്തിന്റെ സദാചാരവും നോവലിസ്റ്റിന്റെ ഭാവനാ സ്വാതന്ത്ര്യവും വീണ്ടും ചർച്ചയാവുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഒരു കൊളംബിയൻ വനിതയിൽ 2 മക്കളുണ്ട് എന്ന വിക്ലീസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഇറ്റലിക്കാരനായ കാമുകനും കുട്ടിയും ചർച്ചയാവുന്നത്. കൂടാതെ രാഹുൽ ഗാന്ധി 2 മക്കളുടെ പിതാവാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ദി ബിൽസ് മാഗസിൻ നടത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചെങ്കിലും ഇതിൽ രാഹുലോ സോണിയോ പ്രിയങ്കയോ കോൺഗ്രസിലെ മറ്റ് നേതാക്കളോ ഒന്നും തന്നെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. രാഹുൽ വിഞ്ചി എന്ന അപരനാമത്തിൽ രാഹുൽ വിദേശത്ത് ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. KR മീരയുടെ 2014 നോവലാണ് ചർച്ചയ്ക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത്. നോവലിൽ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചുള്ള ഭാഗം സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് നേതാവും മുൻ MLA-മായ VT ബൽറാം പങ്കുവച്ചതോടുകൂടിയാണ് വലിയ ചർച്ചാ വിഷയമാകുന്നത്. നോവലിലെ 2 പേജുകളാണ് VT ബൽറാം പങ്കുവച്ചിരിക്കുന്നത്. നോവലിൽ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് പറയുന്ന ഭാഗമാണ് വിവാദമാവുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ പേര് ഞാൻ പറഞ്ഞാലോ? ക്രിസ്റ്റി ചോദിച്ചു. ആരാണ്? നാടകീയമായി ക്രിസ്റ്റി വെളിപ്പെടുത്തുകയാണ്. പ്രിയങ്ക ഗാന്ധി. രാധിക പകച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. ക്രിസ്റ്റി വളരെ സീരിയസ് ആയി വിവരിച്ചു. നീ ഇത് വേറെ ആരും അറിയാതെ നോക്കണം. കാരണം നമ്മൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കയെ അറിയില്ലേ? അവൾക്ക് ഒരു ഇറ്റലിക്കാരനുമായുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. റോബർട്ട് വധേര ഈ വിവരമറിഞ്ഞാൽ അവരുടെ ബന്ധം അതോടെ തീരും. അതല്ല യഥാർത്ഥ പ്രശ്നം. പ്രിയങ്കയ്ക്ക് 1 അല്ല 10 ഭർത്താക്കന്മാർ വരെ കിട്ടും. പക്ഷെ ഇങ്ങനെ ഒരു കഥ പുറത്തു വന്നാൽ UPA മിനിസ്ട്രി ആകെ തകർന്ന് തരിപ്പണമാകും. രാഹുൽ ഗാന്ധിയെ അടുത്ത പ്രധാനമന്ത്രിയായി വളർത്തി വരികയാണെന്ന് നമ്മൾ ഓർക്കണം. അതിനിടയിൽ പെങ്ങൾ ചീത്തപ്പേര് കേൾപ്പിച്ചു എന്നറിഞ്ഞാൽ തീർന്നില്ലേ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവിയും രാഹുലിന്റെ ഭാവിയും? ഒന്നാമത്തെ കാര്യം, രാഹുലിന്റെ കാര്യത്തിൽ സംശയമാണ്. രാഹുൽ അടിക്കടി വിദേശത്തേക്ക് പറക്കുന്നത് തന്നെ സംശയത്തോടെയാണ് നമ്മൾ കാണുന്നത്. കാരണം രാഹുലിന് അവിഹിത ബന്ധമുണ്ട് എന്നും അതിൽ 2 മക്കൾ അടക്കമുണ്ട് എന്ന് ബിൽസ് മാഗസിന്റെ വെളിപ്പെടുത്തലിൽ വളരെ ഗൗരവത്തോടെയാണ് രാജ്യം കേട്ടതെങ്കിലും ഇതുവരെ അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. മൊത്തത്തിൽ രാഹുലും പ്രിയങ്കയും സോണിയും ഒക്കെ ഒരുതരം തരികട പാർട്ടികളാണ് എന്നത് വലിയ തെളിവൊന്നും വേണ്ട എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.